വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ് സിറപ്പാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സിറപ്പ് എടുക്കുന്ന സമയത്ത് കടകളിൽ നിന്ന് വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 300 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് സിറപ്പ് ഉണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ സിറപ്പ് ഉണ്ടാക്കാൻ. ഹാർഡായിട്ടുള്ളതിനേക്കാളും എപ്പോഴും നല്ലത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിവിടെ അരമണിക്കൂറാണ് ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നത്. നിങ്ങളെടുക്കുന്ന ഡേറ്റ്സിനനുസരിച്ച് നിങ്ങൾക്കിതിൽ സമയത്തിൽ വ്യത്യാസം വരുത്താം. കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് ഈന്തപ്പഴമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം നിങ്ങൾക്ക് വെക്കാം. ഇല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. എന്തായാലും ഇതുപോലെ സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങളിത് അരച്ചെടുക്കുക. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് നല്ലപോലെ അരച്ച് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം ഡേറ്റ് സിറപ്പ് വളരെ നല്ലതാണ്. നിങ്ങൾ ഈ ചോക്ലേറ്റ് സിറപ്പും സ്പ്രെഡും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ സിറപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ ബ്രെഡിലോ ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നേരിട്ട് സിറപ്പായിട്ട് അവർക്ക് കൊടുക്കാം. അതായത് രക്തക്കുറവുള്ള കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഓക്കെ, ഞാനിപ്പോൾ ഇതെൻ്റെ മോൾക്ക് 7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് ചോദിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഞാനിത് കുറുക്കിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇതുണ്ടാക്കി വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ കുറുക്കിന് നോർമലി പനങ്കൽക്കണ്ടം അങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ ചോദിച്ചപ്പോൾ ഒരു 1 ഇയർ വരെയെങ്കിലും മധുരം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഒരു 1 ഇയർ വരെയൊക്കെ കുട്ടികൾ മധുരം കഴിക്കില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതിലും ബെറ്റർ ഇതായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കൊടുത്തോളാൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഡേറ്റ് സിറപ്പ് കൊടുക്കരുത്. നിങ്ങളിത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ കുറുക്കിലിത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തുണിയിലും അരിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അരിപ്പയിൽ അരിച്ചത് കൂടാതെ തുണിയിൽ ഞാനത് കോട്ടൺ തുണിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ജസ്റ്റ് മിസ്സായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അരിപ്പയിൽ മാത്രം അരിച്ചെടുക്കരുത് കേട്ടോ. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടും തിളക്കിയ ശേഷം ചെറു തീയിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കുക. തേനിൻ്റെ പകലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇതെടുക്കാനായിട്ട്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ടൈറ്റ് ആവുന്നതാണ്. ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം തണുപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊരു കുപ്പിയിലേക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാനിത് എടുത്തിട്ടുള്ളത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഏത് പാകത്തിന് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ ബാക്കി വരുന്ന അരച്ചെടുത്ത സംഭവം നിങ്ങൾക്ക് കളയണ്ട, നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം എന്നെ കമൻറ്റിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഞാൻ ഇതിനോടൊപ്പം ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള കാര്യം കൂടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.